പറയാലോ, സങ്കടകരമായ ഒരു ദൃശ്യമാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഇത് കാണാതെ നിങ്ങൾ പോകരുത്. മാന്യമായിട്ട് പെരുമാറാൻ കാരണം നിങ്ങൾ ആലോചിക്കുക, ആ ഒരു വ്യക്തിക്ക് ചെവിയോ സംസാരിക്കാനുള്ള ശേഷിയില്ല, കേൾവിയോ കേൾവിശക്തിയോ സംസാര ശേഷിയോ ഇല്ലാത്തൊരു മനുഷ്യനാണ് അദ്ദേഹം കാണിക്കുന്നത്. അദ്ദേഹത്തിനോട് അത്രയും മോശമായിട്ട് നമ്മൾ ഈ സിനിമയിലെ കണ്ടിട്ട് കഥാപാത്രങ്ങളൊന്നും വിലയിരുത്തലിട്ട് അതൊക്കെ സ്ക്രിപ്റ്റഡ്. ഇതാണ് യഥാർത്ഥ ഈ മനുഷ്യൻ. തൃശ്ശൂരുകാർ പോലും ഒന്ന് വേദിക്കുന്ന ഒരു കാര്യമായിരിക്കും, മാറ്റി ചിന്തിക്കുന്ന ഒരു കാര്യമായിരിക്കും ഈ ഒരു മനുഷ്യനെ കൊണ്ട്. ആ ഒരു പാർട്ടിക്കാരെന്നെ വിലയിരുത്തി. സുഹൃത്തുക്കളെ, നിങ്ങൾ കണ്ടോ? ഞാൻ ഇതിന് ഏറ്റവും ദുഃഖകരമായ ദൃശ്യം എന്ന് പറയും, സുരേഷ് ഗോപിയുടെ പെരുമാറ്റത്തിൽ ഒരു വലിയ കാത്തലായിട്ടൊരു മാറ്റം സംഭവിച്ചിട്ടുണ്ട്. അദ്ദേഹം MP ആയതിനു ശേഷം പാലം കയറുവോള് നാരായണ, പാലം കയറി കഴിഞ്ഞാൽ കൂരായണ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അത് കൃത്യമായിട്ട് നമ്മുടെ മുൻപിൽ കൺമുമ്പിൽ കാണുകയാണ്. അദ്ദേഹം ഏതോ ആളുകളോടൊപ്പം ഫോട്ടോ എടുക്കുകയാണ്. അപ്പോഴാണ് സംസാരശേഷിയില്ലാത്ത, ചെവി കേൾക്കാത്ത ഒരു പാവം മനുഷ്യൻ അദ്ദേഹം അത് പറയാൻ ശ്രമിക്കുന്നുണ്ട്. ആ പറയാൻ ശ്രമിക്കാതെ ഫോട്ടോ എടുക്കുകയാണ്. അപ്പൊ അദ്ദേഹം വളരെയധികം അഭിമാനത്തോട് കൂടിയിട്ട് നിങ്ങൾക്ക് അതിൽ കാണാൻ കഴിയുന്നത് വളരെ വ്യക്തമാണ്. അദ്ദേഹത്തോടൊപ്പം ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് കൈയൊക്കെ കെട്ടി അവിടെ നിൽക്കുന്നുണ്ട്. നോക്കൂ, കൈ കെട്ടി അവിടെ നിൽക്കുകയാണ്. ആ ദൃശ്യം നിങ്ങൾ വ്യക്തമായി കണ്ടോളൂ. കൈ കെട്ടി അവിടെ നിൽക്കുന്നുണ്ട്, ഒരു മടിയും കൂടാതെ, ഒരു മനുഷ്യത്വവുമില്ലാതെ, വളരെയധികം അഭിമാനത്തോടെ നമ്മുടെ സുരേഷ് ഗോപി മഹാരാജാവ് അദ്ദേഹത്തെ എന്തൊക്കെയോ പറഞ്ഞ് ആട്ടിപ്പറഞ്ഞിരിക്കുന്നത്, തള്ളി മാറ്റുകയാണ്. അക്ഷരാർത്ഥത്തിൽ തള്ളി മാറ്റി നമുക്ക് കാണാം. എവിടെ പോയി നമ്മുടെ നന്മമരം? എവിടെയാണ് നിങ്ങളുടെ നന്മമരം കിടക്കുന്നത്? എന്തൊരു അപമാനകരമാണ്. സുരേഷ് ഗോപിയുടെ ജയിപ്പിച്ചുവിട്ട തൃശ്ശൂരുകാർ പോലും ഇപ്പൊ മാറ്റി പറയാൻ തുടങ്ങിയിരിക്കുന്നതെന്നാണ് എനിക്ക് പറയാനുള്ളത്. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കണ്ടപ്പോൾ ഒരു സീൻ ഓർമ്മ വന്നു. നമ്മുടെ മമ്മൂക്ക അഭിനയിച്ച രാപ്പകൽ എന്ന് പറയുന്ന സിനിമയിൽ ഒരു സീനുണ്ട്. അതിൽ മമ്മൂക്ക അവരെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും കൂടി ഫോട്ടോ എടുക്കുകയാണ്. മമ്മൂട്ടി അവിടെ വലിഞ്ഞു കയറി വന്നവനാണല്ലോ, അച്ഛനെ എവിടുന്നോ കൂട്ടിക്കൊണ്ടുവന്ന ഒരാളാണ്. പക്ഷേ മകനായിട്ടാണ് അവിടുത്തെ അമ്മ അവനെ വളർത്തിയത്. അപ്പൊ രാപ്പകൽ എന്ന് പറയുന്ന സിനിമയിൽ ഒരു ക്ലൈമാക്സ് ഷോട്ട് എന്ന രീതിയിൽ ഫാമിലി മെമ്പേഴ്സിന് എല്ലാവരും ഫോട്ടോ എടുക്കുന്ന സമയത്ത് വിജയരാഘവന് മമ്മൂക്കയോട് ഭയങ്കര ദേഷ്യമാണ്, ചെറുപ്പം മുതലുള്ള ദേഷ്യമാണ്. അതിന് പല കാരണങ്ങളുമുണ്ട്. അങ്ങനെ ഫോട്ടോ എടുക്കുന്ന സമയത്ത് നമ്മുടെ അമ്മ പറയുന്നുണ്ട്, എടാ നീ ഒരു ഷർട്ട് ഇട്ട് വാ, എന്നിട്ട് ഇതിൻ്റെ ഇടയിൽ ഇരിക്കുക, ഒരു ഫോട്ടോയിൽ നീയും പതിയട്ടെ എന്ന് പറയുമ്പോൾ വളരെയധികം സന്തോഷത്തോടെ ഫാമിലി മെമ്പേഴ്സിന്റെ ഒപ്പം ഫോട്ടോ എടുക്കാൻ കിട്ടുന്നൊരു മഹാ അസുലഭ നിമിഷമാണ്. നമുക്ക് വളരെ പെട്ടെന്ന് അകത്തേക്ക് ചെല്ലുന്നു, നല്ലൊരു ഷർട്ട് തെരഞ്ഞു പിടിക്കുന്നു, അത് ഇടുന്നു, ഓടി വന്നിട്ട് അവരിടയിൽ പോയിരിക്കുമ്പോൾ പെട്ടെന്ന് വിജയരാഘവൻ ചോദിക്കണ്ടേ അതാരാണ്? ഇനിയിപ്പോ ഭാവിയിൽ നമ്മുടെ കൊച്ചുമക്കളോട് ആ ഇരിക്കുന്ന ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തുത്തരം പറയേണ്ടി വരും? നമ്മുടെ ഫാമിലി മെമ്പറാണോ? വേലക്കാരും ഇതിനൊപ്പം ഇരിക്കണ്ട, ഫോട്ടോയോടൊപ്പം ഇരിക്കണ്ട എന്ന് പറഞ്ഞ് അകറ്റി മാറ്റുമ്പോൾ അപമാനിക്കപ്പെട്ട്, പരിപൂർണമായും അപമാനിക്കപ്പെട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്ന ഒരു രംഗമുണ്ട് മമ്മൂക്കയുടെ. ഒന്ന് കണ്ടോക്കൂ. ഞാൻ ഇതിനു വേണ്ടി മനഃപൂർവ്വം അത് എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്, അതൊന്ന് കാണാം. ഓ ഓ കണ്ടില്ലേ? നമുക്ക് അവിടെ എഴുന്നേറ്റുന്ന സമയത്ത് ചന്തയിൽ പറ്റിയ പൊടിയൊക്കെ ഒന്ന് തുടച്ച് അപ്പുറത്തും ഇപ്പുറത്തേക്ക് നോക്കി അപമാനിക്കപ്പെട്ട് നേരെ പിന്നെ ഫോട്ടോഗ്രാഫർ എടുത്തേക്ക് എത്തിയിട്ട് ആ ഒരു സിറ്റുവേഷൻ ഒന്ന് മൈൽഡ് ആക്കാനുള്ള എല്ലാ ശ്രമവും നടത്തുന്നുണ്ട്. അങ്ങനെയാണ് ആ ഒരു സിറ്റുവേഷൻ. ഒരു പക്ഷേ ഇതൊരു ലൈഫ് ടച്ചിങ് സിറ്റുവേഷൻ എന്നൊക്കെ പറയേണ്ടി വരും. ഞാൻ വിചാരിച്ചു ഇത് എവിടെയും സംഭവിക്കില്ല എന്നൊക്കെ വിചാരിച്ചു. ഇങ്ങനത്തെ സിറ്റുവേഷനൊക്കെ എവിടെയെങ്കിലൊക്കെ ഉണ്ടാവുമോ, ഇങ്ങനെയൊക്കെ ആർക്കെങ്കിലൊക്കെ സംഭവിച്ചിട്ടുണ്ടാവുമോ എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ അത് സംഭവിച്ചിട്ടുണ്ട്. കൃത്യമായി ചെവി കേൾക്കാത്ത, സംസാരശേഷിയില്ലാത്ത ആ പാവം മനുഷ്യനെ ഫോട്ടോയ്ക്ക് വേണ്ടി വളരെ അഭിമാനത്തോടെ സുരേഷ് ഗോപി എന്ന് പറയുന്ന ആ ഒരു നന്മ മരത്തിന്റെ ഒപ്പം, ആ ഒരു MP-യോടൊപ്പം, ആ ഒരു രാഷ്ട്രീയക്കാരനൊപ്പം, ആ ഒരു BJP-കാരനൊപ്പം, ആ ഒരു സിനിമാ നടനൊപ്പം ഫോട്ടോ എടുക്കാൻ കിട്ടിയ ഒരു അസുലഭ നിമിഷം എന്ന രീതിയിൽ ആ പാവം മനുഷ്യൻ അവിടെ പോയി നിൽക്കുകയാണ് ഫോട്ടോയ്ക്ക് മുമ്പിൽ. അപ്പോഴാണ് നീ ആരാണെന്നും മറ്റും ചോദിച്ചിട്ട് ആ മനുഷ്യൻ അവിടെ നിന്ന് തള്ളി മാറ്റുന്നത്. ഒന്ന് ആലോചിക്കുകയെ, അവിടെ നിങ്ങളായിരുന്നെങ്കിലോ? അവിടെ ഞാനൊന്ന് പോവില്ല, വേറെ കാര്യം. നമ്മളൊന്ന് ഈ BJP-കാരെ ഒന്ന് ഫോട്ടോ എടുക്കാൻ നിൽക്കുന്ന പറയുന്ന പരിപാടി ഉണ്ടാവില്ല, വേറെ കാര്യം. പക്ഷെ അത് നിങ്ങൾ പലരാണെങ്കിലും ഇങ്ങനൊക്കെ അപമാനിക്കപ്പെടുന്നത് എന്തുകൊണ്ടാണ്? അദ്ദേഹത്തിന് എന്തുകൊണ്ടാണ് ഇത്തരം ആളുകളൊക്കെ ഒന്ന് പരിഗണിക്കാൻ തോന്നാത്തത്? അദ്ദേഹത്തിന് ചിലരെ മാത്രമാണോ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് ഉമ്മ വെച്ചിട്ട് മണം വലിച്ചെടുക്കാൻ തോന്നുന്നു? ചിലരോട് മാത്രമാണോ? എന്താ ഇവരോട് ഒന്നും തോന്നാത്തത്? എത്ര നിഷ്കളങ്കനാണ് ആ മനുഷ്യൻ, എത്ര നിഷ്കളങ്കനാണ്.
ആ നിഷ്കളങ്കതയിലും അദ്ദേഹം പറഞ്ഞ് മനസ്സിലാക്കി എനിക്ക് സംസാരിക്കാൻ കഴിയില്ല, എനിക്ക് ചെവി കേൾക്കില്ല എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിക്കാൻ ശ്രമിച്ചിട്ടും ആ മനുഷ്യൻ ആ ഫോട്ടോയിൽ ഒന്ന് ചേർത്ത് നിർത്താനുള്ള ഒരു തോന്നലില്ലാത്തത്. ഇനിയിപ്പോ ആ ഗ്രൂപ്പിൽ വരുന്ന എന്തോ ആയിക്കോട്ടെ, ആ ഗ്രൂപ്പ് വേറൊരു പ്രത്യേക ഗ്രൂപ്പാണ്, അതിൽ ഈ മനുഷ്യനിൽ എന്ത് തേങ്ങ മൂടായിക്കോട്ടെ, ആ മനുഷ്യനെ ഒന്ന് ചേർത്ത് നിർത്താനുള്ള, എന്താ എൻ്റെ തലവണയുള്ളത്, തലവണ ഇങ്ങനെ ചേർത്ത് നിർത്തിയിട്ട് ഒന്ന് ഫോട്ടോ എടുത്തിട്ട് അദ്ദേഹത്തിന് എന്താണ് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ട് ഒന്ന് തലോടി വിടാനുള്ള ഒരു മനസ്സെന്തേ ഈ മനുഷ്യൻ ഇല്ലാതിരുന്നേ? ഇലക്ഷന് മുമ്പ് ഇതൊക്കെ ഉണ്ടായിരുന്നല്ലോ. ഇലക്ഷന് മുമ്പുള്ള PR വർക്കിൽ ഇദ്ദേഹം ഇങ്ങനെയൊക്കെ ആയിരുന്നല്ലോ. എന്താ ഇപ്പൊ അങ്ങനെയൊന്നും അല്ലാത്തത്? ഇതാണ് എല്ലാവരും ചോദിക്കുന്ന ന്യായമായ സംശയങ്ങൾ, ചോദ്യങ്ങൾ. ഉത്തരങ്ങളൊക്കെ കിട്ടണ്ടേ? വേണ്ട സുഹൃത്തുക്കളെ, നിങ്ങളുടെ ഉത്തരങ്ങൾ എന്തായാലും ഒന്ന് എഴുതി വെക്കാൻ ശ്രമിക്കണേ. ഞാൻ അത് അവസാനിപ്പിക്കുന്നു. നിങ്ങൾ എല്ലാവരും സബ് ചെയ്തിട്ട്, പുതുതായിട്ട് കാണുന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ സബ് ചെയ്ത് നിങ്ങളൊപ്പം കൂടുമെന്നുള്ള പ്രതീക്ഷയോടെ ഞാൻ അവസാനിപ്പിക്കുന്നു. ബൈ.